ഹലോ ഡിയർ ഫ്രണ്ട്സ്, വൈഷസ് വ്ലോഗ് PS-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ആരി വർക്കിൻ്റെ മറ്റൊരു സ്റ്റിച്ചായ ഹണികോം സ്റ്റിച്ചിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ സ്റ്റിച്ച് എടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിക്ചറും കൂടി ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ മിസ്റ്റേക്ക് പറ്റി, വീഡിയോ എടുത്തതിൻ്റെ റേഷ്യോ മാറിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഇവിടെ തൊട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ബേസിക് സ്റ്റിച്ച് ഔട്ട്ലൈൻ കൊടുത്തു, പിന്നെ ആ ചിത്രം വരയ്ക്കുന്നത്. ഞാൻ ഈ ഒരു ടൈപ്പ് ചിത്രം വരച്ചു, ലൈൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പം നമുക്ക് സ്റ്റിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് ഓർമ്മയില്ലേ, അതിൻ്റെ തന്നെ മറ്റൊരു വേരിയേഷനാണിത്. നമ്മൾ ഫസ്റ്റ് ലൂപ്പ് എടുക്കുന്നു, പിന്നെ അത് കൊണ്ടുപോയിട്ട് മുകളിലേക്ക് കുത്തി താഴേക്ക് കൊണ്ടുവരുന്നു, പിന്നെ ലോക്ക് സ്റ്റിച്ച് ഇടുന്നു. സെയിം പ്രൊസീജിയറാണ്. നമ്മുടെ മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ പിന്നീട് എടുക്കുന്ന ഓരോ സ്റ്റിച്ചും, മുകളിലേക്ക് കൊണ്ടുവന്ന സ്റ്റിച്ചും വരിക. കണ്ടോ, അതിൻ്റെ സെൻറ്ററിലായിട്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ലോക്ക് സ്റ്റിച്ച് ഇടണം കേട്ടോ. ലോക്ക് സ്റ്റിച്ച് ഇട്ടില്ലെങ്കിൽ പിന്നീട് മുകളിലേക്കും സൈഡിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ലൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വിരിഞ്ഞു പോകും. അതുകൊണ്ട് ലോക്ക് സ്റ്റിച്ച് ഇടണം. പിന്നെ എൻഡിങ്ങിൽ എൻഡ് നോട്ട് ഇടണം, അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഓരോ സ്റ്റിച്ചിനും ഇതുപോലെ ഓരോ സ്റ്റിച്ചിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ നോട്ട് ഇട്ടിട്ട് തന്നെ അവസാനിപ്പിക്കണം. പിന്നെ നോട്ട് കവർ ചെയ്യാൻ നമുക്ക് ഇതുപോലെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ ആ നോട്ട്സിൻ്റെ നൂലൊന്നും അവിടെ കാണില്ല. പിന്നെ പരമാവധി നോട്ട് ഇടുമ്പോൾ തന്നെ താഴെ നിന്ന് നന്നായിട്ട് വലിച്ചു കൊടുത്താൽ കണ്ട നോട്ടിൻ്റെ നൂലൊന്നും കാണുന്നില്ല. എനിക്ക് ചെറിയ തൊണ്ടവേദനയുണ്ട് കേട്ടോ, അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കുക. കണ്ടോ, ഓരോ സ്റ്റിച്ചിൻ്റെയും സെൻട്രലായിട്ടാണ് പിന്നീട് നമ്മൾ കൊണ്ടുപോകുന്നത്, മുകളിലോട്ടേക്ക് സ്റ്റിച്ച് കൊണ്ടുപോകുന്നത്. ഇതാ ഫസ്റ്റ് നമ്മൾ നോർമലായിട്ടൊരു ലൂപ്പ് എടുക്കുന്നു, എന്നിട്ട് മുകളിലത്തെ ലൈനില്ലേ അതിൻ്റെ സെൻട്രൽ വരുന്ന രീതിയിൽ ഒരു ലൂപ്പ് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ വരച്ച ലൂപ്പിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. താഴെയുള്ള കണ്ട മുകളിൽ നിന്ന് കുത്തിയെടുത്ത് താഴെ കൊണ്ടുവന്ന് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതായത് ചെറിയ ആരി സ്റ്റിച്ചാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. പിന്നീട് സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ സ്റ്റിച്ച് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നിരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. കമൻറ്റിൽ വേറെ ഡൗട്ടൊന്നും കാണാറില്ല, അതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസ് കാണാം കേട്ടോ. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഫസ്റ്റ് തൊട്ടുള്ള സ്റ്റിച്ചുകൾ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. താങ്ക് യു.